ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി മുതൽ, അതായത് ഈ കണ്ടന്റ് മുതൽ നമ്മൾ ഇനി കുറച്ച് മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് കയറാൻ പോകണം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന വീഡിയോയിൽ മറ്റുള്ളവരുടെ സീക്രട്സ് വായിക്കുന്നതാണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ ഫസ്റ്റ് സീക്രട്ട് ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഞാനിവിടെ ലാപ്പ് നോക്കിയാൻ റെഡിയാണ്. ലാപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള കാര്യം, ആ മെയിലിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. സോ ദാറ്റ് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സീക്രട്ട്, ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത്, എൻ്റെ നെയിം പുറത്ത് പറയില്ല ചേട്ടാ. ദിസ് സ്റ്റോറി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നടന്നതാണ്. ഓക്കെ, നെയിം ഒന്നും നമ്മൾ പുറത്ത് പറയാൻ പോകുന്നില്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ സീക്രട്സ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. വി ഡോണ്ട് റിവീൽ യുവർ ഐഡന്റിറ്റി. കേരളത്തിലെ തെക്കൻ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് ലൊക്കേഷൻ. ഓക്കെ, ഇത് സിനിമയൊക്കെ തുടങ്ങണ പോലെ കൊള്ളാം, പ്രസന്റേഷൻ കൊള്ളാം. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത ഡേ മുതൽ എനിക്ക് കോളേജ് അത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നീട് മെറിറ്റ് സീറ്റ് കളയാൻ വയ്യാത്തത് കൊണ്ട് പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഡേ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. സെക്കൻഡ് ഡേ ഇൻ ക്ലാസ് തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഈ 4 വർഷം എനിക്കത്ര നല്ലതായിരിക്കില്ല. വൈ? എന്താണ്? കോളേജ് മടുപ്പായോണ്ടാണോ? ഡേയ്സ് മുന്നോട്ട് പോകെ കോളേജ് ആൻഡ് ക്യാമ്പസ് എനിക്ക് ബോറായി തുടങ്ങി. പഠിക്കാനും ഞാൻ അത്ര ടോപ്പ് ഒന്നും അല്ല, ആവറേജ് സ്റ്റുഡൻറ്. ഓക്കെ, ആഫ്റ്റർ സം ഡേയ്സ് കോളേജിൽ ഒരു ഫൈറ്റ് നടന്നു. സീനിയേഴ്സ് ആൻഡ് സൂപ്പർ സീനിയേഴ്സ് തമ്മിൽ എന്തോ വഴക്ക്. ആ ദിവസമാണ് ഞാൻ എൻ്റെ കഥയിലെ ജീവിതത്തിലെ നായകനെ ആദ്യം കണ്ടത്. എന്തൊരു പൊയറ്റിക്. എന്നിട്ട് ഇവൻ ഹി വാസ് ഇൻ അവർ കോളേജ് യൂണിഫോം, ബട്ട് അതിൽ പോലും അവൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു, കാണാൻ ലൈക്ക് എ സൂപ്പർ ഹീറോ. അവനെ കണ്ട നിമിഷം മുതൽ എനിക്കൊരു വല്ലാത്ത ഫീലിംഗ്, കൈൻഡ് ഓഫ് ഹാപ്പി, ടെൻഷൻ, കൈൻഡ് ഓഫ് മിക്സഡ് ഫീലിംഗ്. ക്രഷ് അടിച്ച്, കണ്ട മാത്രയിൽ ക്രഷ് അടിച്ചു. ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയത് കാരണം എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. സോ ഈ കാര്യം ആകെ അറിയാവുന്നത് എനിക്കും അയാലനുമാണ്. അയാലൻ പേരാണോ? ഓ, മേ ബി എന്തെങ്കിലും പേരായിരിക്കും, നോക്കട്ടെ, താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അയാലൻ ആരാണെന്ന് വെച്ചാൽ, ഞാൻ വളർത്തുന്ന ഒരു ചെടിയാണ് ഇൻ മൈ റൂം പെറ്റ്. ഓ, ആ ചിലർ അങ്ങനെ ഉണ്ട് ഗൈസ്, ചിലർ ഇങ്ങനെ നമ്മൾ ചെടികളോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ. അതൊരു കുഴപ്പമൊന്നുമല്ല കേട്ടോ. കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് ടൈപ്പായിട്ട് നിൽക്കുന്നവർ ഇങ്ങനെ ചെടികളോട് സംസാരിക്കും. അവർ റൂമിൽ ഒരു റൂം പെറ്റ് പോലെ ഒരു ചെടിയെ വളർത്തും. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. ഐ അണ്ടർസ്റ്റാൻഡ്. ഐ ഷെയർ എവറിത്തിങ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, അപ്പോൾ ആ അയാളൻ എന്ന് പറയുന്ന ആ ചെടിയാണ്, ആ ചെടിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതിനോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. പിന്നീടുള്ള എല്ലാ ഡേയ്സും ഞാൻ മുടങ്ങാതെ കോളേജിൽ പോയി ആ ചേട്ടനെ കാണാമല്ലോ എന്ന് വിചാരിച്ച്. ഓക്കെ, അങ്ങനെ നാളുകൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്പോർട്സ് ഡേയുടെ അന്ന് മിസ് എന്നെ പിടിച്ച് സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ടീമിലിട്ടു. ഓക്കെ, ലൈക്ക് സ്റ്റുഡൻസിൻ്റെ നെയിം ആൻഡ് നമ്പർ നോട്ട് ചെയ്യണ പോലെ. ഓക്കെ. ഈ സ്പോർട്സ് ഡേക്ക് സ്റ്റുഡൻസിൻ്റെ നെയിം ഒക്കെ നോട്ട് ചെയ്യുന്ന രീതിയിലൊരു ഈ സ്പോർട്സ് കോർഡിനേറ്റർ ഉണ്ടല്ലോ, ആ കോർഡിനേറ്റർ പൊസിഷനിൽ ഈ കുട്ടിയെ ഇട്ടു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. മടിച്ചാണേലും ഞാൻ ആ ജോബ് ഏറ്റെടുത്തു. അധികം വൈകാതെ എൻ്റെ മടുപ്പ് മാറി. ബിക്കോസ് ആ ചേട്ടൻ്റെ നെയിം എൻറോൾ ചെയ്യാൻ ക്യൂവിൽ നിൽക്കണ കണ്ടു. ഓ, ദാറ്റ്സ് നൈസ്. അപ്പോൾ ഇപ്പോഴാണ് പേരറിയാൻ പോണത്. ഓക്കെ, ഐ വാസ് ഫീലിംഗ് മോർ ഹാപ്പി ദാറ്റ് ഡേ ഫോർ ഫ്യൂ മൊമെൻറ്റ്സ്. അതെന്ത്? ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ശോകം വരുന്നുണ്ടോ? ഇതാണ് ഇങ്ങനൊക്കെ എഴുതി വെച്ച് എനിക്ക് മറ്റേ നെഗറ്റീവ് അടിച്ചു തുടങ്ങും. അങ്ങനെ അധികം വൈകാതെ അയാളുടെ നെയിം കിട്ടി. അയാളുടെ നെയിം, ഓക്കെ, നെയിം ഞാനിവിടെ പറയുന്നില്ല, അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ അത് പോട്ടെ. സ്പോർട്സ് ഡേ വാസ് മൈ ബെസ്റ്റ് ഡേയ്സ് ഇൻ കോളേജ്. ആ ചേട്ടൻ ഡിസ്കസ് ത്രോ ആൻഡ് ജാവലിൻ ആണ് ഐറ്റം. ഓക്കെ, ഹാഫ് ഡേ ഓളം ഞാൻ പുള്ളിക്കാരനെ വായി നോക്കിയിരുന്നു. ആഫ്റ്റർനൂൺ ഒരു കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയത് കാരണം ആ ചേട്ടൻ ആ കുട്ടിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ, കൈൻഡ് ഹേർട്ടഡ് ആണ്. കൊള്ളാം. നെക്സ്റ്റ് ഡേ ഞാൻ സർവ്വധൈര്യവും സംഭരിച്ച് ആ ചേട്ടനോട് സംസാരിക്കാൻ ചെന്നു. അന്ന് പുള്ളി കോളേജിൽ വന്നിട്ടില്ല. സർവ്വധൈര്യവും സംഭരിച്ച് അന്ന് സെക്കൻഡ് ഡേ ഈ പുള്ളിക്കാരി ധൈര്യം സംഭരിച്ച് ആ പുള്ളിയോട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ചെന്നു. പുള്ളിയുടെ ഇഷ്ടം പറയാനൊക്കെ ആയിരിക്കാം, പേരൊക്കെ കിട്ടിയല്ലോ. എന്നിട്ട് ആ ഡേ ആ ചേട്ടനെ കോളേജിൽ കാണാൻ കഴിഞ്ഞില്ല. പുള്ളി ആ ഡേ ലീവായിരുന്നു. ഓക്കെ, ആഫ്റ്റർ
1 വീക്ക് ആ ചേട്ടനെ ഞാൻ ഇൻ്റർവൽ ടൈമിൽ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നിന്ന് വരണത് കണ്ടു. ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ആണ് ശ്രദ്ധിച്ചത് ചേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണു. അത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി. ഞാൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒന്നും മിണ്ടാതെ എന്നെ പാസ് ചെയ്ത് പോയി. എന്താണ് പെട്ടെന്നൊരു ശോകം ടേൺ എടുക്കണേ. അതെനിക്ക് ഒത്തിരി ഫീലായി. പിന്നീട് കോളേജിൽ മറ്റ് കുട്ടികൾ പറഞ്ഞു കേട്ടു ആ ചേട്ടൻ എന്തോ ഫാമിലി ഇഷ്യൂസ് കാരണം കോളേജ് വിട്ടു പോയെന്ന്. പിന്നീട് ഒരിക്കലും എനിക്ക് പുള്ളിയെ കാണാനും പറ്റിയിട്ടില്ല. ഐ ആം സ്റ്റിൽ സെർച്ചിങ് ഫോർ ഹിം. അയ്യോ, മേ ബി എന്നെങ്കിലും എനിക്ക് കിട്ടുമായിരിക്കും. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇഷ്ടം എങ്കിലും ഒന്ന് തുറന്ന് പറയണമെന്നുണ്ട്. ഇത് കുറച്ച് ശോകമായിപ്പോയി. പറയാനുള്ള സ്പേസ് പോലും കിട്ടിയില്ല. പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ പറയാണ്, ഫസ്റ്റ് ഡേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വല്ല ഫീലിംഗ് ഉണ്ട് അന്നേരം തന്നെ പറയാം. പിന്നീട് പറയാൻ പറ്റി എന്ന് വരില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ ആണല്ലോ. എന്തായാലും എത്രയും പെട്ടെന്ന് പുള്ളിയെ കാണാൻ പറ്റേ. പുള്ളി ഈ വീഡിയോ കാണാൻ എങ്ങനെയും ഇവിടെ ആവട്ടെ. അതുകൊണ്ട് അങ്ങനെ കണ്ടിട്ടേലും പുള്ളി തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പം പുള്ളിക്ക് എന്തായാലും മനസ്സിലായി കാണും എന്നെനിക്ക് തോന്നുന്നു. ഐ ഫീൽ സോ. എന്തായാലും പുള്ളിക്കാരൻ കാണുന്നവരെ ഈ വീഡിയോ മാക്സിമം നമുക്ക് ഷെയർ ചെയ്യാം. എന്തായാലും പുള്ളിക്കാരൻ ഈ വീഡിയോ കാണും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സീക്രട്ട്. ആൻഡ് സെക്കൻഡ് വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സീക്രട്സ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങളുടെ നെയിമും കാര്യങ്ങളും ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കില്ല. ഇതേപോലെ നിങ്ങളുടെ സ്റ്റോറി പറയുക, അത് ഞാനിവിടെ റീഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി എന്താണെന്നുള്ളത്, നിങ്ങളുടെ സീക്രട്ട് എന്താണെന്നുള്ളത് നമ്മുടെ മെയിലിലേക്ക് അയക്കുക. നമ്മുടെ മെയിൽ ID എന്ന് പറയുന്നത് ambadianruddhanYT@gmail.com. ഈ മെയിൽ ID ഞാനിവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെയായിട്ട് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുക. അവിടെ വന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു സീക്രട്ട് വഴി വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ ആൻഡ് ബൈ ബൈ.